അവളെ ചതിക്കാൻ തോന്നി? അവളൊരു പാവമല്ലേ? എന്ത് തെറ്റാ ഞാനും എന്റെ കുടുംബവും നിന്നോട് ചെയ്തത്? നിന്നെ വിശ്വസിച്ചതോ? അച്ഛൻ വെറുതെ കാര്യം അറിയാതെ. എനിക്കിനി ഒന്നും അറിയണ്ട. എന്റെ മോള്, അവള് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടതല്ലേ? എന്നിട്ട് നീ ആ ഇഷ്ടത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എനിക്ക് മീര ഇഷ്ടമാണ്. അവൾ എന്റെ ജീവനാണ്. മിണ്ടിപ്പോവരുത്. ചെന്നായ എന്ന് ഞാൻ നിന്നെ വിളിക്കില്ല. ചെന്നായിക്ക് കൊണ്ടൊരു അന്തസ്. അച്ഛാ, ഞാൻ പറയുന്നത് കേൾക്കണം, വിശ്വസിക്കണം. നിന്നെ വിശ്വസിക്കാനോ? എത്ര പേരുടെ ചോര പുരണ്ട കൈയാടാ നിന്റേത്. ഈ കൈ കൊണ്ട് എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന നിന്റെ മോഹം നടക്കില്ല. നടത്തില്ല ഞാൻ. അച്ഛാ, പ്ലീസ് അച്ഛാ, അച്ഛൻ അങ്ങനെ പറയരുത്. എനിക്ക് എന്റെ മോളുടെ ജീവനാവരുത്. അച്ഛാ, അവളുടെ ജീവന് ഒന്നും സംഭവിക്കില്ല. അവളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. പ്ലീസ് പ്ലീസ് അച്ഛാ, ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം. പ്ലീസ് പ്ലീസ് അച്ഛാ. പോയെന്റെ വീട്ടിൽ നിന്ന് മേലിൽ എന്നെയും എന്റെ മകളെയും കാണാൻ ശ്രമിക്കരുത്. അച്ഛാ, എന്തേ പറയുന്നത്? എനിക്ക് മീരെ കാണാതെ ജീവിക്കാൻ കഴിയില്ല. പ്ലീസ് പ്ലീസ് അച്ഛാ, ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. അവൾ എനിക്ക് വേണം. ഞാൻ അവളെ ഒരുപാട് മോഹിച്ചുപോയി, കൊതിച്ചുപോയി. അതുകൊണ്ട് പ്ലീസ് പ്ലീസ് അച്ഛാ, പ്ലീസ്. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. മകളുടെ ഭാവി വരണെ ചവിട്ടി പുറത്താക്കുന്നത് നല്ല ശീലമാണോ വർമ്മ സാറേ? ഇറങ്ങി പോടാ. വർമ്മ സാറേ, കയറി വന്ന മഹാവിഷ്ണുവിനെ ആ പുറംകാലം കൊണ്ട് ഫുട്ബോൾ കളിക്കണമെന്ന് ഓർമ്മ വേണം. ഓർത്തതും ഓർമ്മിപ്പിച്ചതും എല്ലാം മതി. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഇവിടെ മുഴുവൻ അടിച്ചു തളിച്ച് പുണ്യാഹം തളിക്കാൻ. സംസാരിച്ചോണ്ട് നിൽക്കാതെ പോകുന്നതാണ് നിനക്ക് നല്ലത്. പോകാം, പക്ഷേ ഇപ്പൊ സന്ധ്യ ആവാറായി. സന്ധ്യ കഴിഞ്ഞ പോകാൻ എനിക്ക് പേടിയാ. പേടിന്ന് വെച്ചാ മഹാപേടി, ഭയങ്കര പേടി. അതുകൊണ്ട് സാറും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഇങ്ങോട്ട് വിടാനാ പറഞ്ഞത്. സാറേ, നമുക്ക് ആ കാറിൽ കയറി ഇരിക്കാം. സാറേ, താൻ എന്തായി കാണിക്കുന്നത്? എന്നെ വിടാൻ. അയ്യോ, എനിക്ക് പേടിയാ. ഞാൻ സാറിനെ വിടില്ല, എവിടേക്കും വിടില്ല. നമുക്ക് പേടിയില്ലാത്ത എവിടേക്കെങ്കിലും പോവാ. വണ്ടി കയറ് സാറേ. കേറിക്കണോ? വണ്ടി എടുക്ക ബാസ്. ഓക്കെ സർ. എല്ലാം നല്ല നീറ്റായിരിക്കണം. വർമ്മ സാറിന് ഇവിടെ ഒരു കുറവും ഉണ്ടാവരുത്. അങ്ങേര് ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും 1-2 ദിവസം തീർച്ചയായും കാണും. സാറ് വരുന്നുണ്ട്. വാ. എന്തേ കാണിക്കുന്നേ? ആരോഗ്യമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോ അങ്ങ് ഓടിപ്പോകും. ഞാനൂലിനും വിഷം വയ്ക്കുന്ന കാലവാ. പക്ഷേ ഇതെന്റെ അമ്മായപ്പനാവാൻ പോകുന്ന ആളല്ലേ. എന്നാലും ഈ കയ്യിലൊരു വിലങ്ങ് പോലും വെക്കാതെ എങ്ങനെയാ ഭായി? എന്താ നേപ്പാളി പറയുന്നേ? മീരയുടെ കൈ പിടിച്ച് എന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാനുള്ള ഈ കൈയിൽ വിലങ്ങ് വെക്കാനോ? പാടില്ല നേപ്പാളി, പാടില്ല. വിവാഹിതരായി കതിർമണ്ഡപത്തിൽ നിൽക്കുമ്പോ ഞങ്ങളെ ആശീർവദിക്കേണ്ട കൈകളല്ലേ ഇത്? സോറി ഭായ്, അങ്ങ് ക്ഷമിച്ചേക്കും. നീ എന്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ. എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആഹാ, അപ്പൊ വായിൽ നാക്കുണ്ട്. ഞാൻ കരുതി കാറ് പിടിച്ച് കയറ്റിയപ്പോഴേക്കും അതങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന്. നേപ്പാളി നടക്കേണ്ട വർമ്മ സാരമാണ്. നടക്കാൻ
എന്നെ വിട്. എനിക്ക് പോണം. എനിക്ക് പോണമെന്ന്. പോകാം. 1-2 ദിവസം ഞങ്ങളുടെ ഗസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പോകാം. ഇരിക്ക്. നേപ്പാളി, എന്താ ഭായി? സാറിന് കുടിക്കാൻ ചൂടുവെള്ളം തന്നെ കൊടുക്കണം. പിന്നെ ബിപിക്കുള്ള മെഡിസിൻസ് കഴിക്കുന്നതാ. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോന്നോണ്ട് എല്ലാം എടുക്കാൻ മറന്നിട്ടുണ്ടാവും. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ വർമ്മ സാറേ, സാറിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും ദാ ഇവരോട് പറഞ്ഞാ മതി. നോക്കട്ടെ, നോക്കട്ടെ സാറേ. കിട്ടി, കണ്ടു കിട്ടി.